അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്നലെ നമ്മൾ ഫുള്ള് ലിഫ്റ്റ് അടിച്ചിങ്ങനെ വന്ന് ഇവിടെ ഇപ്പോൾ നാസിക്കിൽ ഒരു ഹൈവേയിലാണ് ഉള്ളത്. ഇനി ഇവിടെ നിന്ന് ലിഫ്റ്റ് എടുത്ത് തുടങ്ങണം, ഹിറ്റ്ചാക്കിങ് തുടങ്ങണം. അപ്പോൾ ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോർട്ട് നല്ല ഭംഗിയായിട്ടാണുള്ളത്. പിന്നെ ഇതിന് ചുറ്റും ഒരുപാട് ഫോർട്ടുകൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ, ഒരുപാട് ഹൈക്കിംഗ് പോയിന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ സൂറത്തിലേക്കുള്ള ഹൈവേ ആണിത്, സൂറത്തിലേക്ക് പോകുന്ന ഹൈവേ ആണ്. അപ്പോൾ നമ്മളിന്ന് യാത്ര പോകുന്നത് സൂറത്തിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി കിട്ടുമോ എന്നുള്ളതൊക്കെ അറിയാം. ഓക്കെ, നമുക്ക് റവിറാം എന്ന് പറഞ്ഞ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയത്. അപ്പോൾ മൂപ്പര വണ്ടിയിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. മേരാ നയാ ദോസ്ത് ഹൈ, ഉസ്കാ നാം റവിറാം. ഈ ഒരു വണ്ടി നമുക്ക് കിട്ടി. കുറേ നേരം നിന്നിട്ടാണ് ഈ വണ്ടി കിട്ടിയത്. അപ്പോൾ പുള്ളി നമ്മൾ നിർത്തി ബാഗൊക്കെ മേലെ വെക്കാൻ സഹായിച്ചു. ഇപ്പോൾ മൂപ്പര് കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ, എന്നാലും അത്ര ദൂരം നമുക്ക് വണ്ടിയിൽ നടക്കാതെ നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളൊരു സമാധാനമുണ്ട്. അപ്പോൾ ഏതായാലും നല്ല നേരം പുലർന്നിട്ടുള്ളൊരു സമയമാണ്, നല്ല നല്ല ക്ലൈമറ്റാണ് ഉള്ളത്. അതുപോലെ മുഷ്കിലേ. അപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ് ചായ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. നമ്മളോട് ഇവിടെ ചായ പറയാൻ പറഞ്ഞു. ഒരു ചെറിയ താപയിലാണ് ഉള്ളത്. ആഷിഫ് അവിടെ ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുവരെ വണ്ടി കിട്ടി, ഇവിടെ ഇറങ്ങി ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതിപ്പോൾ ഞാനിവിടെ പോസ്റ്റായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് വണ്ടിയിലുള്ള യാത്രകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഞാനൊരു ക്യാപ്പ് മേടിച്ചു, പുതിയൊരു ക്യാപ്പ്. എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം. നമ്മളെ 5ാമത്തെ വണ്ടി അതിൽ കയറിയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഇതിലൂടെ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി വണ്ടികൾ കിട്ടുമെന്ന് വിചാരിക്കണം. നമ്മളെ ഹിറ്റ്ചാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ലൊരു കച്ചവടം നടക്കുന്ന ഏരിയ ആണ് തോന്നുന്നുണ്ട്. ഒരുപാട് കച്ചവട സംഘങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എത്ര നേരം നിന്നാലും എത്ര സമയം നിന്നാലും വണ്ടികൾ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി. ഫസ്റ്റ് ലിഫ്റ്റ് അത് ഞാൻ ഫസ്റ്റ് കൈ കാണിച്ചതും ഒരു വണ്ടി കിട്ടി. വണ്ടി ആ വണ്ടിയിൽ നമ്മൾ ഫസ്റ്റ് ലിഫ്റ്റ് പാളിയിട്ടില്ല, നമുക്ക് ഒരിക്കലും പാളിയിട്ടില്ല. ഫസ്റ്റ് ലിഫ്റ്റ് തന്നെ കിട്ടി. ഒരു ഒരു 100-200 കിലോമീറ്റർ അതിൽ സഞ്ചരിച്ചു. പിന്നെ 2ാമത്തെ കിട്ടി, 3ാമത്തെ കിട്ടി, 4ാമത്തെ കിട്ടി, ഇന്ന് 5ാമത്തെ ഇന്നും കിട്ടി. ഇനി നമ്മൾ 6ാമത്തേന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോകണം. ഇവിടുന്ന് പോയിട്ട് നമുക്ക് സൂറത്ത് വഴി അങ്ങനെ അഹമ്മദാബാദ് അങ്ങനെ അപ്പോൾ എത്രത്തോളം നമ്മളെ കാര്യങ്ങളും വർക്കും കാര്യങ്ങളും ഉഷാറാവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ട്. ആമ്പലാണോ താമരയാണോ? താമരയാണ് തോന്നുന്നുണ്ട്. दीदी ओ उसके क्या वो क्या मंदिर का काम? मंदिर हम जियात ഓ ആഷിം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. സദ്ദാം എന്നാണ് പേര്. അപ്പം പുള്ളി വൈഫാണ്. നല്ലൊരു വലിയ ട്രക്കാട്ടോ. അപ്പോൾ അതിൽ കിട്ടിയ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ വണ്ടിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും പൊളിയാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഷിഫ് 5ാമത്തെ വണ്ടി മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയ്ക്കും പോകും. അതാണ് നമ്മളെ സെക്കൻഡ് ഹിറ്റ്ചാക്കിങ് എപ്പിസോഡാണ്, 2ാമത്തെ. അപ്പോൾ നമ്മള് നോമാഡിന്റെ ഫാനാണ് ഈ ഇരിക്കുന്ന ആള്. നടക്കൂല, എല്ലാവർക്കും എല്ലാ സമയത്തും നടക്കൂല. നമ്മളെ ഒരു രാത്രി ഒരു 8 മണി വരെ ചെയ്തിട്ട് ഇന്ന് എവിടെ വെച്ചാൽ ഒരു ഗ്രാമത്തെ ടൗണ് വിട്ടിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്.
ഇതൊക്കെ ടൗണിൽ ഭയങ്കര സീനാണ്. ഇന്നലെ കുറെ അനുഭവങ്ങളുണ്ട്. നമ്മളൊരു ലൈവ് വരണ്ടേ അല്ലേ? അതെ, നമ്മളിത് ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ കഷ്ടപ്പാടും കാര്യങ്ങളും അറിയാൻ. ഭയങ്കര റിസ്ക് ആണ്. ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ പണി കിട്ടും. ഇന്നലൊക്കെ ഭയങ്കര സംഭവങ്ങളുണ്ടായി. ഇന്നലെ പറയണ്ട, ലൈവ് പറയാം. കാരണം നമ്മൾ ലൈവിൽ വന്നിട്ടൊക്കെ സംസാരിക്കും. നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഹായ് ബോലോ. അപ്പൊ നമ്മൾ 5ാമത്തെ ഡ്രൈവറാണ്. ഇപ്പൊ പുതിയ ഒരാള് കയറിയിട്ട് നമുക്ക്. ഹായ് ബൈ. അപ്പോ ഒന്ന് ഉറങ്ങി എണീറ്റു. അപ്പോ നമ്മുടെ ഡ്രൈവർ സദ്ദാം ഭായി ഫാനൊക്കെ ഇട്ടു. നമ്മൾ നന്നായിട്ട് ഉറങ്ങി. ആശിഫ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരമാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമെത്തി. ഇവിടെയാണ് വണ്ടി ഇവിടെ ആൾക്കാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി അടുത്ത വണ്ടി നോക്കി വേണം പോകാൻ. ഓക്കെ സദ്ദാം ഭായ്. അപ്പോൾ TK താങ്ക് യു ഭായ്. അപ്പോൾ സദ്ദാം ഭായിനോട് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ ഒരുപാട് വണ്ടി കാര്യങ്ങളൊക്കെ ലിഫ്റ്റ് അടിച്ച് കയറി വന്നിപ്പോൾ ഫൈനലി നമ്മൾ ഗുജറാത്ത് എത്തിയിരിക്കുകയാണ്. ഗുജറാത്ത് സ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചയൊക്കെ കാണാം. ഓക്കെ, നമ്മളങ്ങനെ നടന്നും ലിഫ്റ്റ് അടിച്ചും ഇപ്പോൾ ഗുജറാത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗുജറാത്ത് ബോർഡറൊക്കെ കടന്ന് ഗുജറാത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ പേടി വരെയാണ് നമുക്ക്. ഭൂകമ്പത്തെക്കുറിച്ചൊക്കെ ഓർമ്മ വരികയാണ്. ശരി, ഏതായാലും ഗുജറാത്തും നമ്മളെ കേരളത്തെ പോലെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിലൂടെയാണ്. ഗുജറാത്തിൻ്റെ എൻട്രിയിലാണ്. മെയിൻ സിറ്റിയിലൊക്കെ ഒന്നും എത്തിയില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ വീണ്ടും ഹിറ്റ്ചാക്കിങ് ചെയ്യും ഗൈസ്. അപ്പോൾ എന്തായാലും നല്ല ത്രില്ലുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ കുറച്ച് റിസ്ക്കാണ് വണ്ടിയൊക്കെ കിട്ടാൻ. നമ്മൾ വിചാരിച്ച പോലെയും നമ്മൾ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല. അപ്പോൾ പകുതിയിലേറെ ഭാഗം ഞങ്ങൾ നടന്ന് കവർ ചെയ്തു, പകുതിയിലേറെ ഭാഗം ഞങ്ങൾ വണ്ടിയിൽ കവർ ചെയ്തു, ട്രക്ക് അങ്ങനത്തെ വണ്ടിയിലൊക്കെ. ഇനി എന്തായാലും നമുക്കിനി നടന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കാം. നമുക്ക് കുറച്ച് ദൂരം നടന്നിട്ട് വേണം ലിഫ്റ്റ് അടിക്കാൻ. ഓക്കെ, അപ്പോൾ കീപ് വാച്ച്. എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ സംഭവിക്കും, ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. ഓ ഫ്രാൻസ്. അപ്പോൾ ഞങ്ങൾ ഒരു മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട് ഒരു വണ്ടി കിട്ടിയില്ല. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതുവരെയും ഒരു വണ്ടിയും കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ട്രക്കുകൾ കുറവാണ് ഈ റൂട്ടിൽ. ഇനിയിപ്പോൾ എവിടുന്നാണ് കിട്ടുകയെന്നറിയില്ല. കിട്ടുന്നവരെ നടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്. അപ്പോൾ നമുക്ക് 6ാമത്തെ വണ്ടി കിട്ടി ഗൈസ്. 6ാമത്തെ. അപ്പോൾ റോഷൻ ബൈസപ്പാണ് നമ്മളെ കൊണ്ടുവന്നത്. ഇതാണ് പുള്ളിയുടെ പുതിയ വണ്ടിയാണ്. ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു നല്ല കാര്യമാവട്ടെ, ഉഷാറാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. ഓക്കെ, ബൊളോറോൻ്റെ പുതിയ പിക്കപ്പ് പുതിയ വണ്ടിയാണ്. ഡെലിവറി ചെയ്യണം ഇപ്പോൾ. അപ്പോൾ ആ വണ്ടിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അതിൽ യാത്ര ചെയ്യാണ്. അത് എവിടെ എത്തുമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ലൈവിൽ നടന്ന ആക്സിഡന്റ് ആണ്. ലൈവിൽ ഉണ്ടായ സംഭവം മറഞ്ഞ് ഇങ്ങനെ നെപ്പിലിങ്ങനെ മറിയായിരുന്നു.
വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മേലെ കയറിയിട്ടാ തോന്നുന്നുണ്ട്, സൈഡ് എഡ്ജ് കയറിയിട്ട് മറന്നു. ഇപ്പം മറന്നതാ, വരുമ്പോൾ അങ്ങനെ വന്ന് നേരെ മറന്നു. ആളുണ്ട്. ഓ ബാഗ് 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 ഇപ്പൊ നടന്ന സംഭവം കേട്ടോ. ചൂട് വെള്ളം. ए भाई दूसरा आदमी है വണ്ടി ഇവിടുന്ന് അങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. പിന്നെ മേലേക്ക് ഇങ്ങനെ കയറി മറിഞ്ഞതാട്ടോ. ആൾക്ക് ഡ്രൈവറിന് ആളപായൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നുണ്ടായ സംഭവമാണിത്. കരിമ്പിലോടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, കരിമ്പ് ലോഡ് കൊണ്ടുപോകുന്ന ഒരു ട്രക്കാണ് മറിഞ്ഞത്. ഹൈവേയിലാണ്, നാഷണൽ ഹൈവേയിലാണ് അത് ട്രക്ക് പെട്ടെന്ന് മറിയുകയാണ് ചെയ്തത്. ആ ഒരു വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഏതായാലും നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മളങ്ങനെ പോവാണ്. ഇതിപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ആസ്വദിക്കുന്നത്. നമുക്ക് ഏതായാലും ഒരുപാട് ദൂരമാണ് ഈ വാഹനം നമുക്ക് ലിഫ്റ്റ് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം ഏകദേശം അടുത്ത് കഴിഞ്ഞു. ഈ വണ്ടി വിട്ട് ഇറങ്ങിയതിന് നന്നായിട്ട് ഫുഡ് കഴിക്കണം, കാരണം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി, ഇരുട്ടായി. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ അടുത്തുള്ളൊരു തട്ടുകട പോലെയുള്ളൊരു സംഭവത്തിൽ എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ പൊക്കവട പോലത്തെ സാധനമാണ്. അപ്പോൾ അത് വാങ്ങിച്ച് ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിക്കുന്ന വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനൊരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും വിശപ്പ് മാറി, ഞങ്ങളതൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് രാത്രിത്തെ ഫുഡാണിത്. ഇന്ന് ഇവിടെയാണ് സ്റ്റേ. നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ നോക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണും വരെ താൽക്കാലികമായി നിങ്ങളോടൊക്കെ ഞാൻ വീഡിയോ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ കട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സി യു.